ചാനൽ. അപ്പോൾ യൂട്യൂബിലൊക്കെ ഇടക്കാലത്ത് വെച്ച് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്, നമ്മുടെ റോസ്മേരി. ഈ റോസ്മേരി വെള്ളത്തിൽ തിളപ്പിച്ച് തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ മുടി വളരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഗതി നോക്കാമെന്ന് കരുതിയിട്ട് ഞാനും ഒരു റോസ്മേരി ലീവ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈഡ് റോസ്മേരി ലീവ്സാണ് എനിക്ക് കിട്ടിയത്. ഞാനിത് മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സംഭവം എന്ന് നോക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തൈറോയിഡൊക്കെ ഉണ്ട്, അപ്പോൾ നല്ല മുടി കൊഴിച്ചിലും ഉണ്ട്. അപ്പോൾ ഈ റോസ്മേരി ലീവ്സ് ഇങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ച് തേച്ചാൽ മുടി കൊഴിയോ ഇല്ലയോ എന്നുള്ളത് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും എൻ്റെ റിസൾട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 1 ഗ്ലാസ്സോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ, ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണോളം റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനൊരു കട്ടൻ കാപ്പിയുടെയൊക്കെ ഒരു കളർ ചേഞ്ച് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുള്ളൊരു ഫോമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുവിധം തിളച്ച് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര കളറിലൊന്നും കിട്ടിയില്ല, എന്നാൽ എന്താ ഈ ഒരു ഷെയ്ഡ് മാറ്റത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ഇതൊരു ബോട്ടിലിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ രാത്രിയോ തലയിൽ യൂസ് ആക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും തലയിൽ എണ്ണ തേച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. 1 മണിക്കൂർ മുന്നേയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് തലവാശിയാന്ന് രാത്രി ചെയ്യുന്നത് നന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ കുളിക്കുന്നതിന് മുന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തതിന് ശേഷം ഹോണസ്റ്റ് റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു.